ഓമക്കായ വരച്ചു കഴിഞ്ഞാലേ ആരെങ്കിലും ഫേമസ് ആവോ എന്നാ അങ്ങനെ ഫേമസ് ആയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ആരും ഇല്ല, ഞാൻ തന്നെ. അപ്പൊ എങ്ങനെയാ നമ്മുടെ കഥ തുടങ്ങല്ലേ? പെരുന്നാൾ ദിവസം നമ്മളെല്ലാവരും കൂടെ ഉമ്മാന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയ പിന്നെ പറയണ്ടല്ലോ, കാക്കക്കൂട്ടത്തി കല്ലിട്ട പോലെ കലവില പതിവാണ്. കൂട്ടത്തിലെ എനിക്ക് വെള്ളിയാൽ കളിക്കൽ കുറച്ച് കൂടുതലായിരുന്നു അന്ന്. നമുക്കെല്ലാവർക്കും ഇരട്ടപ്പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഇരട്ടപ്പേരാണ് പരാതിപ്പട്ടി വെല്ലുമ്മ കളിക്കൽ എന്ന്. അപ്പൊ എൻ്റെ ലൈൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? വെള്ളിയാൽ കളിയിലുണ്ട്. ചൂടത്തി, വാശിക്കാരി, ചിരിക്കൊട്ട, വേഗം കരച്ചിൽ, അങ്ങനെ പേരുകളാണ് ബാക്കിയുള്ളവരുടെ. അങ്ങനെ ഓരോന്നിൻ്റെ പരാതിയും ചൂടും വിഷമൊക്കെ കൂടെ കിടന്ന് വേവുമ്പോഴേ എല്ലാവർക്കും തലക്കിന് പ്രാന്ത് വരും. അങ്ങനെ കുറച്ച് നേരം ഇവർക്ക് തലക്ക് സ്വസ്ഥത കിട്ടാൻ നമ്മളെല്ലാവരെയും കുന്നത്തെ പറമ്പിക്ക് ഒരു ആട്ടിവിടലുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു ചാക്ക് എന്നിട്ട് പറഞ്ഞ് അവിടെ ഓമ മരത്തിന്മേലുള്ള ഓമ കണ്ട് പറിച്ചു പോകുന്നു. ഈ ചാക്ക് അങ്ങോട്ട് വന്നപ്പോഴേ എല്ലാവർക്കും ഭയങ്കര നാണക്കെടുത്ത് പിടിക്കാൻ. വലിയ കളിക്കൽ ഞാനാണല്ലോ, ഞാൻ വാങ്ങിച്ചങ്ങോട്ട് പിടിച്ച് ചാക്ക് നിറയെ ഓമക്കായൊക്കെ കുത്തി നിറച്ച് കൊണ്ടുവരാൻ നേരം ഇത് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പിടിക്കാൻ എല്ലാവർക്കും വശൽ അണ്ണാച്ചി എന്ന് പറയുമെന്ന്. അവിടെ നമ്മൾ വലിയ കളിച്ച് ചാക്ക് അങ്ങ് വാങ്ങിച്ച് പിടിച്ച ആളുടെ വെയിറ്റ് ഒന്നും ആലോചിക്കണം. കൂടിപ്പോയ 14 കിലോ ഉള്ള ഞാൻ 20 കിലോ അടുക്കള ചാക്കാണ് പിടിക്കുന്നത്. പറമ്പിൽ നിന്ന് റോട്ടിക്ക് കാല് വെക്കുന്നിടന്ന് ഒരു സ്ലാബ് ഉണ്ട്. ഈ സ്ലാബ് വഴിക്ക് ഞാൻ അങ്ങോട്ട് വീണു. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ചിരിക്കോട്ടല്ലേ, ഇവൾ ആദ്യം അങ്ങോട്ട് തുടക്കം വെച്ച്. പുറകെ ബാക്കിയുള്ളവരും ചിരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് ചാക്ക് പൊട്ടി റോഡ് നിറയെ ഓമക്കായ അങ്ങോട്ട് നിരന്ന് വീണു. അന്ന് മുതൽ മുദ്ര കുത്തി വെല്ലുകളിന്ന് ഇന്ന് വരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ